Twelfth Night by William Shakespeare. This is the third and final part of this topic. If you're watching this for the first time, please do watch First and second part. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ, ക്യാരക്ടേഴ്സിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് പാർട്ടിൽ ആക്ട് 3 വരെയുള്ള സമ്മറി വിത്ത് നോട്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. And in this final part, we will discuss the fourth and final act. So, welcome to my channel, Aizubi, the Taiki tutor, and this is Harsha from Taiki English Academy. Are you watching my video for the first time? Then don't forget to subscribe my channel. Keep supporting. Hit the bell icon and enable the all button so that you'll get notified whenever I upload a new video. See, Act 4, which has 3 scenes, and ഇവിടെ എല്ലാവിധ കൺഫ്യൂഷൻസും അതിൻ്റെ പീക്കിലെത്താണ്. ഓക്കെ, ക്ലൈമാക്സ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആൻഡ് ആക്ട് 4 ഫസ്റ്റ് സീൻ ബിഗിൻ ചെയ്യുന്നത് തന്നെ ഫെസ്റ്റേ സെബാസ്റ്റ്യനുമായിട്ട് നടത്തുന്ന ഒരു എൻകൗണ്ടറിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വയോള സിസേറിയ എന്നുള്ള കഥാപാത്രമായി പുരുഷനായിട്ട് മാറിയിട്ടാണ് ആ നാട്ടിൽ ജീവിക്കുന്നത്, ഇലീറിയയിൽ. ഓക്കെ, അവിടെ സെബാസ്റ്റ്യനെ കാണുന്ന സമയത്ത് എല്ലാവരും ഇത് സിസേറിയോ ആണെന്ന് തെറ്റിദ്ധരിക്കുന്നു. കാരണം വയോളയുടെ ട്വിൻ ബ്രദറാണ് സെബാസ്റ്റ്യൻ. ഏകദേശം ഒരേ രൂപമായിരിക്കും, അവർ ട്വിൻസ് ആണല്ലോ. തൻ്റെ സിസ്റ്റർ ഇവിടെ ഒരു ആൺവേഷത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള സത്യം സെബാസ്റ്റ്യൻ അറിയില്ല. അതുപോലെ വയോളയ്ക്കും തൻ്റെ ബ്രദർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അവൾക്കും അറിയില്ല. ആൻഡ് ഹിയർ ഇൻ ദിസ് സീൻ ഫെസ്റ്റേ സെബാസ്റ്റ്യനുമായിട്ട് ഒന്ന് ഇങ്ങനെ സിസേറിയോ എന്ന് വിളിച്ചുകൊണ്ടാണ് അയാളോട് സംസാരിക്കുന്നത്. സെബാസ്റ്റ്യൻ വിചാരിക്കേണ്ടത് ആരാണ് സിസേറിയോ, എന്നെ എന്തിനാണ് ഇയാൾ സിസേറിയോ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നത്, അതും ആസ് ഇഫ് അയാൾക്ക് എന്നെ മുൻപ് ഒരുപാട് നാളായിട്ട് പരിചയമുള്ളത് പോലെയാണല്ലോ ഇയാൾ എന്നോട് സംസാരിക്കുന്നത്. എനി ഹൗ ഇത്രയേറെ പരിചയത്തോടു കൂടി സംസാരിക്കുമ്പോൾ സംതിങ് മൈറ്റ് ബി അല്ലെ, ഉള്ളിൽ എന്തോ ഒരു റീസൺ ഉണ്ടാവണം. എന്താണെങ്കിലും ഇന്ന് ഫെസ്റ്റ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ സെബാസ്റ്റ്യൻ കോഷ്യസ്ലി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു കോമിക് ടെൻഷൻ റൈസ് ചെയ്യുന്നുണ്ട്. മിസ്റ്റേക്കൺ ഐഡന്റിറ്റി എന്ന് പറയുന്നത് സെബാസ്റ്റ്യന് കൺഫ്യൂഷൻ ഉണ്ട്, എന്തുകൊണ്ടാണ് ഇവരെന്നെ സിസേറിയോ എന്ന് വിളിക്കുന്നത് അല്ലേ. പക്ഷെ നമുക്ക് ഓഡിയൻസിന് അറിയാം എന്താണ് സത്യം അല്ലേ. ഫെസ്റ്റേയും സെബാസ്റ്റ്യനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് സർ ആൻഡ്രൂ അഗ്യൂചീക്ക് വരികയാണ്. അപ്പോൾ സെബാസ്റ്റ്യനെ കാണുമ്പോൾ തന്നെ ഇയാൾക്ക് ദേഷ്യം വരികയാണ്. കാരണം ഒലീവിയെ എങ്ങനെയെങ്കിലും ഒന്ന് വളച്ചെടുക്കണം എന്നുള്ള പ്ലാനിലിരിക്കുമ്പോഴാണ് ഒലീവിയ സിസേറിയോനുമായിട്ട് ഒരു ഇഷ്ടത്തിലാവുന്നു എന്നുള്ള വിഷയം അറിയുന്നത്. അങ്ങനെയാണ് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടാവുന്നതും ഒരു ഡ്യുവലിന് വേണ്ടിയിട്ട് റെഡി ആവുന്നതും ഒക്കെ അല്ലേ. പക്ഷേ ഈ സംഭവം ഒന്നും സെബാസ്റ്റ്യൻ അറിയില്ല. സെബാസ്റ്റ്യനെ കാണുമ്പോൾ സിസേറിയോ ആണെന്ന് തെറ്റിദ്ധരിച്ച് സർ ആൻഡ്രൂ അഗ്യൂചീക്ക് വളരെയധികം ഇയാളോട് അറ്റാക്ക് ചെയ്യാൻ പോവാണ്. ഹി അറ്റാക്സ് ഹിം ഇൻ ആങ്കർ. പക്ഷേ വയോള വളരെയധികം ഈ വയലൻസിനൊന്നും നിൽക്കാതെ മാറി നിൽക്കും, ഹു അവോയ്ഡ്സ് വയലൻസ്. പക്ഷേ സെബാസ്റ്റ്യൻ പറഞ്ഞാൽ ഒരാണാണ് അല്ലേ, അയാൾ ഇത് നോക്കി നിൽക്കുമോ? ഹി റിയാക്ട്സ് ബോൾഡ്ലി ആൻഡ് ഹി ഡിഫെൻസ് ഹിംസെൽഫ് വിത്ത് കോൺഫിഡൻസ്. അയാളുടെ ആ കറേജ്, ഫിസിക്കൽ സ്ട്രെങ്ത്, ഇതൊക്കെ കാണുന്ന സമയത്ത് കാണുന്നവർക്ക് വിചാരിക്കും എന്ത് പറ്റി ഇയാൾക്ക്, ഇല്ല അന്ന് ഇത്ര കറേജ് സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത ഒരാൾ വളരെ ബോൾഡ് ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നു, അതും ഇത്രയേറെ കരുത്തോടെ. ദാറ്റ് സർപ്രൈസസ് Sir Andrew. And soon after, Sir Toby Belch joins the fight. But Sebastian proves more than capable of handling both attackers. ഒരാളെ അല്ല, രണ്ടാളുടെ അറ്റാക്കും ഹാൻഡിൽ ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും കഴിവ് അവിടെ സെബാസ്റ്റ്യൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ടേണിംഗ് ദ സിറ്റുവേഷൻ ഇൻ ടു എ chaotic ബട്ട് കോമിക് ബ്രൗൾ. അതൊരു മൊത്തം കോമഡി സീനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ കോമഡിയാണ്. കാരണം അന്നത്തെ കാലത്ത് നാടകം കാണുക എന്ന് പറയുമ്പോൾ വേറൊരു എൻ്റർടൈൻമെൻ്റ് ഇല്ല. ഇന്ന് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് ഇത് നിങ്ങൾക്ക് അത്രയേറെ എൻജോയ് ചെയ്ത് ഇതിൽ ചിരി വരുന്നുണ്ടോ എന്നുള്ളത് സംശയമായിരിക്കും. കാരണം നമ്മൾ ഇതിനേക്കാളേറെ നല്ല നല്ല പ്ലോട്ട്സ് കണ്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇത് അന്ന് വേറൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാത്തൊരു കാലഘട്ടം. ഇവർ തമ്മിൽ നടത്തുന്ന ഈ കോമിക് ആയിട്ടുള്ള ഫൈറ്റിംഗ് ഒക്കെ കാണുമ്പോൾ അന്നത്തെ ഓഡിയൻസ് വളരെയധികം പൊട്ടി ചിരിച്ചിരുന്നു. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ സമയത്ത് സർ ആൻഡ്രൂ അഗ്യൂചീക്ക് അതുപോലെ സർ ടോബി ഇവർ രണ്ടുപേരും കൂടി സെബാസ്റ്റ്യനോട് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ നല്ല അടിപൊളിയായിട്ട് തിരിച്ചിങ്ങോട്ട് സെബാസ്റ്റ്യൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് ഒലീവിയ വരികയാണ്. ഓക്കെ, ദ കൺഫ്യൂഷൻ റീച്ചസ് ഇറ്റ്സ് പീക്ക് വെൻ ഒലീവിയ എൻറ്റേഴ്സ് ദ സീൻ. ഒലീവിയ പെട്ടെന്ന് തന്നെ ഇതിനിടയിൽ കയറിയിട്ട് അവിടെ സമാധാനക്രമം പാലിക്കുകയാണ്, എല്ലാവരും പിടിച്ചു മാറ്റുന്നു. ആൻഡ് സെബാസ്റ്റ്യനെ അവൾ ഡിഫെൻഡ് ചെയ്യാണ്. അവൾ വിചാരിക്കുന്നത് ഇത് സിസേറിയോ ആണെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഓൾറെഡി അവൾക്ക് സിസേറിയോനെ ഇഷ്ടമാണ്, തനിക്ക് ഏറെ പ്രിയപ്പെട്ടവനായ ഒരാളെയാണ് ഇവർ രണ്ടുപേരും കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷീ ബിലീവ്സ് ഇറ്റ് ടു ബി സിസേറിയോ ആൻഡ് ഒലീവിയാസ് അതോറിറ്റി ബ്രിങ്സ് ദ ഫൈറ്റ് ടു ആൻ എൻഡ് ആൻഡ് ഷീ എക്സ്പ്രസസ് കൺസേൺ ആൻഡ് അഫെക്ഷൻ ടുവാർഡ്സ് സെബാസ്റ്റ്യൻ. വളരെ സ്നേഹത്തോടു കൂടി സെബാസ്റ്റ്യനോട് സംസാരിക്കുന്നു. കുറച്ച് നേരം നമുക്കൊന്ന് സംസാരിച്ചുകൂടെ. ഷീ ഇൻവൈറ്റ്സ് ഹിം ടു ഹർ ഹൗസ്, ട്രീറ്റിംഗ് ഹിം വിത്ത് വാംത്ത് ആൻഡ് ഇൻറ്റിമസി. ഇതൊക്കെ കാണുമ്പോൾ സെബാസ്റ്റ്യന് ഭയങ്കര അത്ഭുതമാണ്. ഇത് ഏതായി പെൺകുട്ടി, എന്തിനാണ് ഇവൾ എന്നോട് ഇത്രയേറെ സ്നേഹത്തോടെ പെരുമാറുന്നത്, എന്തിനാണ് ഇവളുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുന്നത്, ഇത്ര ഇൻറ്റിമേറ്റ് ആയിട്ട് എന്നോട് സംസാരിക്കുന്നത് എന്താണ്? ഓക്കെ, സെബാസ്റ്റ്യൻ ദോ അസ്റ്റോണിഷ്ഡ് ബൈ ഒലിവിയ സഡൻ ലവ് ആൻഡ് ജനറോസിറ്റി ബട്ട് ഹി ഡിസൈഡ് ടു അക്സെപ്റ്റ് ഹർ ഇൻവിറ്റേഷൻ. പോയി നോക്കാം എന്താണോ സംഭവം. സെബാസ്റ്റ്യൻ ഇതൊന്നും അറിയില്ല. എന്താണെങ്കിലും സുന്ദരിയായ ഒരു പെൺകുട്ടി വളരെ മാന്യമായി സ്നേഹത്തോടു കൂടി തന്നെ ക്ഷണിക്കുന്നു. എന്നാൽ പിന്നെ പോയേക്കാം, അവളുടെ വീട്ടിലേക്കൊന്ന് പോയേക്കാം അല്ലേ, എന്തായാലും ക്ഷണിച്ചതല്ലേ. ഹി റിഫ്ലെക്ട്സ് ബ്രീഫ്ലി ഓൺ ദ സ്ട്രേഞ്ച്നെസ് ഓഫ് ഹിസ് സിറ്റുവേഷൻ ബട്ട് കൺക്ലൂഡ്സ് ദാറ്റ് ഫോർച്യൂൺ സീംസ് ടു ഫേവർ ഹിം ഈവൻ ഇഫ് ഹി കനോട്ട് ഫുള്ളി എക്സ്പ്ലെയിൻ ദ ഇവൻറ്റ്സ് അൺഫോൾഡിംഗ് അറൗണ്ട് ഹിം. ഓക്കെ, കാര്യം തുറന്നു പറയാനായിട്ട് പറ്റുന്നുമില്ല, എന്നാൽ ഇവൾ എന്തെല്ലോ കാര്യങ്ങൾ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, സോ ദിസ് സീൻ സ്ട്രോങ്ലി റീഇൻഫോഴ്സസ് ദ തീം ഓഫ് മിസ്റ്റേക്കൺ ഐഡന്റിറ്റി ഹിയർ. അതായത് വയോള ഒരു ജെന്റിൽ റെസ്ട്രെയിൻഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, ബട്ട് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു അസേർട്ടീവ് നേച്ചറുള്ള ആളാണ്. ഈ രണ്ട് കോൺട്രാസ്റ്റിംഗ് എലമെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ,
നൗ സീൻ 2 നമ്മൾ കാണുന്നത് മാൽവോലിയോ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഭീകരമായ അതിദാരുണമായ അവസ്ഥയിലേക്കാണ്. സീൻ 2 ഓഫ് ആക്ട് 4 ദാറ്റ് ടോക്സ് അബൌട്ട് ദ ഡാർക്കർ സൈഡ്, ഐ മീൻ ദ ഡാർക്കർ ആൻഡ് കോംപ്ലക്സ് സൈഡ് ഓഫ് കോമഡി. ഓൾറെഡി മാൽവോലിയോയ്ക്ക് ചെറിയ രീതിയിൽ ഭ്രാന്തുണ്ട് എന്ന് വിചാരിച്ചിരിക്കുകയാണ് അല്ലേ. ആൻഡ് ആ റീസൺ പ്രകാരം ഇയാളിപ്പോൾ ഇരുട്ടറയിൽ, അയാൾ ഇൻസെയിൻ ആണ് എന്ന് വിചാരിച്ച്, മാഡ് ആണെന്ന് വിചാരിച്ച് അയാളെ ഇരുട്ടറയിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. എന്തിന്? ഫോർ ട്രീറ്റ്മെൻറ്റ്. മരിയയും ടോബി ബെൽഷും മറ്റ് കമ്പാനിയൻസ് എല്ലാവരും കൂടിയിട്ട് ഇയാളെ ഒരു ഇരുട്ടറയിൽ കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഈ പ്രാങ്ക് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു ക്രൂവൽ വേർഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ ദ സീൻ ബിഗിൻസ് വിത്ത് ഫെസ്റ്റെ എൻട്രിങ് ഇൻ ഡിസ്ഗൈസ് ആസ് സർ ടോപ്പാസ് എന്നു പേരുള്ള ഒരു സപ്പോസ്ഡ് പ്രീസ്റ്റ് ആയിട്ടാണ് ഫെസ്റ്റെ അങ്ങോട്ട് വരുന്നത്. ത്രൂ ദിസ് ഡിസ്ഗൈസ് ഫെസ്റ്റെ എൻഗേജസ് മാൽവോലിയോ ഇൻ എ മോക്ക് എക്സാമിനേഷൻ ഓഫ് ഹിസ് ഇൻസാനിറ്റി. അയാൾക്ക് ശരിക്കും ഭ്രാന്തുണ്ടോ എന്ന് ഒന്ന് പരീക്ഷിക്കാനും ഒരു കളിയാക്കിക്കൊണ്ടൊക്കെയാണ് അവിടെ ആ ക്യാരക്ടറായി മാറിപ്പോകുന്നത്. പക്ഷേ മാൽവോലിയോ ഇവിടെ റാഷണൽ ആയിട്ടാണ് റെസ്പോൺസ് ചെയ്യുന്നത്. ഹി ക്ലിയർലി അറ്റംപ്റ്റ്സ് ടു പ്രൂവ് ഹിസ് മെൻ്റൽ സ്റ്റെബിലിറ്റി. എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് തെളിയിക്കാനായിട്ട് അയാൾ വളരെ സ്റ്റേബിളായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഫെസ്റ്റെ ഡെലിബറേറ്റ്ലി അയാൾ പറയുന്ന വാക്കുകളെയൊക്കെ വളച്ചൊടിച്ച് വീണ്ടും ഭ്രാന്തനാവുന്ന രീതിയിൽ, അയാൾ ഭ്രാന്ത് സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണെന്ന് കാണിച്ചുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ ദ irony of the situation is striking. That is, Malvolio, who is actually sane. ഓക്കെ, അയാൾ സെയിൻ ആണ്, നല്ല ബുദ്ധി വിവരമുള്ള ഒരു മനുഷ്യനാണ്, ബട്ട് ഹീസ് ട്രീറ്റഡ് ആസ് മാഡ്. എന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഒരു ഭ്രാന്തുള്ള കളിയാണ് മാൽവോലിയോട് ചെയ്യുന്നത്. പക്ഷെ അവർ നോർമലായിട്ടാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഐറണി നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ദ ഡാർക്ക്നെസ് ഓഫ് ദ റൂം ഇവിടെ മാൽവോലിയോനെ കൊണ്ടുപോയി കിടത്തിയിരിക്കുന്ന ഒരു ഫിസിക്കൽ കൺഫൈൻമെൻറ്റിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ഡാർക്ക്നെസ് ഓഫ് ദ റൂം ദാറ്റ് സിംബലൈസസ് ബോത്ത് മാൽവോലിയോസ് ഫിസിക്കൽ കൺഫൈൻമെൻറ്റ് ആൻഡ് ദ മോറൽ ബ്ലൈൻഡ്നെസ് ഓഫ് ഹിസ് ടോർമെൻറ്റേഴ്സ്. ഇയാളെ ടോർമെൻറ്റ് ചെയ്യുന്ന, ഇയാളെ കഷ്ടപ്പെടുത്തുന്ന ആൾക്കാരുടെ മനസ്സിൻ്റെ കറുപ്പ് കൂടിയാണ് ആ ഡാർക്ക്നെസ്സിനെ കാണിക്കുന്നത്. വി ഫീൽ സിമ്പതി ഫോർ മാൽവോലിയോസ് ഹെൽപ്ലെസ്നെസ്. അയാൾ നിസ്സഹായനായിരിക്കുന്ന അവസ്ഥ നമ്മൾ ഓഡിയൻസ് ശ്വാസം മുട്ടി കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ആഫ്റ്റർ സം ടൈം ഫെസ്റ്റെ എന്ത് ചെയ്യാണ്, സർ ടോപ്പാസ് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിൻ്റെ ഡിസ്ഗൈസ് ചെയ്ത ക്യാരക്ടറിനെ ഡ്രോപ്പ് ചെയ്യുന്നു. അയാൾ അത് കളയുന്നു. ആൻഡ് സ്റ്റിൽ ഹി കണ്ടിന്യൂസ് ടു മോക്ക് മാൽവോലിയോ ഡെസ്പറേറ്റ്ലി ആസ് ഫോർ ലൈറ്റ്. കുറച്ച് വെളിച്ചം എനിക്കൊന്ന് കാണിച്ചു തരുമോ, എനിക്കിങ്ങനെ ഇരുട്ടത്ത് നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, എന്നെ ഒന്ന് വെളിച്ചത്തേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ കുറച്ച് വെളിച്ചം ഇങ്ങോട്ടൊന്ന് കാണിച്ചു തരൂ. ആൻഡ് ഓൾസോ ഹി ആസ്ക്സ് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. ഒരു പേപ്പറും കുറച്ച് ഇങ്കും എനിക്ക് കൊണ്ടുതരാമോ? എന്തിനായിരുന്നു അത്? സോ ഹി ക്യാൻ റൈറ്റ് എ ലെറ്റർ ടു ഒലീവിയ. അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എനിക്ക് ഒലീവിയയ്ക്ക് ഒരു കത്ത് എഴുതണം. ആൻഡ് ദിസ് പ്ലീ റിഫ്ലെക്ട്സ് ബോത്ത് ഹിസ് സഫറിങ് ആൻഡ് ഹിസ് ഹോപ്പ് ഫോർ ജസ്റ്റിസ്. ഒരല്പം നീതി ഒലീവിയയിൽ നിന്നെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ആൻഡ് ഇവൻച്വലി ഫെസ്റ്റെ അഗ്രീസ് ടു പ്രൊവൈഡ് റൈറ്റിംഗ് മെറ്റീരിയൽസ്. ഓക്കെ, തരാമെന്ന് പറയുന്നു. ദോ ഹി ഡസ് സോ ഇൻ ആൻ ടീസിങ് മാനർ. പക്ഷെ അതൊക്കെ കളിയാക്കിക്കൊണ്ടാണ്, ഇയാളെ പരമാവധി കളിയാക്കി അതിൽ നിന്നൊക്കെ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നത്. അതായത് അന്നത്തെ ആ ഒരു 12th നൈറ്റിൽ നടന്നിരുന്ന ചില ക്രൂവലായിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള ആഘോഷത്തിൻ്റെ തലങ്ങളെയാണ് ഇവിടെ ഷേക്സ്പിയർ നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ആൻഡ് ദിസ് സീൻ ഈസ് സിഗ്നിഫിക്കൻറ്റ് ബിക്കോസ് ഇറ്റ് ഡീപ്പെൻസ് ദ പ്ലേസ് എക്സ്പ്ലോറേഷൻ ഓഫ് മാഡ്നസ്, ഇല്യൂഷൻ ആൻഡ് ഡിസെപ്ഷൻ. Okay, and also it introduces a more serious emotional tone that contrasts with the lighter comic elements elsewhere in the play. ഓക്കെ, ഇത്രയുമാണ് സീൻ 2-ലുള്ളത്. നൗ സീൻ 3. ഇവിടെ ഫൈനൽ ആയിട്ടുള്ള സീനാണ് 4th ആക്റ്റിലേത്. ആൻഡ് ദ ഫോക്കസ് റിട്ടേൺസ് ടു അഗെയിൻ സെബാസ്റ്റ്യൻ്റെ അടുത്തേക്കാണ് നമ്മൾ വീണ്ടും വരുന്നത്. ആൻഡ് ഹു ഈസ് ലെഫ്റ്റ് അലോൺ ടു റിഫ്ലക്ട് ഓൺ ദ എക്സ്ട്രാ ഓർഡിനറി ഇവൻറ്റ്സ് ദാറ്റ് ഹാസ് ടേക്കൺ പ്ലേസ്. ഹി എക്സ്പ്രസസ് ഡീപ്പ് കൺഫ്യൂഷൻ. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കൺഫ്യൂഷൻ സെബാസ്റ്റ്യനെ മൂടിയിരിക്കുകയാണ്. അയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറേ ആൾക്കാർ തന്നെ സിസേറിയോ എന്ന് വിളിക്കുന്നു. അതേപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പെൺകുട്ടി ഒലീവിയ, അവൾ തന്നെ വളരെ സ്നേഹത്തോടുകൂടി ഇൻറ്റിമേറ്റ് ആയിട്ട് പെരുമാറുന്നു. ആൻഡ് ഹി ക്വസ്റ്റ്യൻസ് വെദർ ഹി ഈസ് ഡ്രീമിങ് ഓർ ലൂസിങ് ഹിസ് സാനിറ്റി. എനിക്ക് വട്ടായതാണോ അതോ നാട്ടുകാർക്ക് മുഴുവൻ വട്ടായതാണോ എന്ന് ഇവിടെ സെബാസ്റ്റ്യൻ ചിന്തിക്കുകയാണ്. ഓക്കെ, അതോ ഇനി ഞാൻ സ്വപ്നം കാണുകയാണോ എന്നും അയാൾക്ക് തോന്നുന്നു. So the sudden affection shown by Olivia, she's a noble and beautiful lady, and that seems too improbable to be real. അല്ലേ, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരാൾ, ഞാൻ ഈ നാട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ, എന്നെപ്പോലെ ഒരാളോട് എങ്ങനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നോബിൾ ലേഡി ഇങ്ങനെ സ്നേഹം, അഫെക്ഷൻ പ്രകടിപ്പിക്കുന്നു? ബട്ട് എങ്ങനെയൊക്കെ ആണെങ്കിലും സെബാസ്റ്റ്യൻ കെയർഫുള്ളി കൺസിഡേഴ്സ് ദ എവിഡൻസ് അറൗണ്ട് ഹിം ആൻഡ് കൺക്ലൂഡ്സ് ദാറ്റ് എവറിത്തിങ് അപ്പിയേഴ്സ് ജെനുവിൻ. എന്തായാലും ഈ പെൺകുട്ടി എന്നോട് പെരുമാറുന്നത് എന്നെ പറ്റിക്കാനല്ല, ജെനുവിൻ ആയിട്ടാണ് അവൾ എന്നോട് പെരുമാറുന്നത് എന്ന് അയാൾ ചുറ്റിനുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. ഓക്കെ, ആൻഡ് ഹി റീസൺസ് ദാറ്റ് സിൻസ് ഒലീവിയ ഈസ് ക്ലിയർലി സെയിൻ ആൻഡ് സിറ്റുവേഷൻ മസ്റ്റ് ബി റിയൽ ഈവൻ ഇഫ് ഇറ്റ് ഡിഫൈസ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ്. സോ ദിസ് മൊമെൻറ്റ് highlights Sebastian's attempt to impose logic on an illogical situation. ഒരു ഇലോജിക് സിറ്റുവേഷനിൽ അയാൾ ലോജിക്ക് കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ ഒലീവിയ അവളുടെ വീട്ടിലേക്ക് സെബാസ്റ്റ്യനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പോകാൻ തീരുമാനിച്ചുകൊണ്ടായിരുന്നു നമ്മൾ സീൻ ഫസ്റ്റിൽ സ്റ്റോപ്പ് ചെയ്തത്. ഇവിടെ
അതിൻ്റെ ബാക്കിയാണ്. അതായത് ഒലിവിയ എൻ്റർ ചെയ്യുന്നു ആൻഡ് ഹെർ ലവ് ഫോർ ഹിം ബിക്കംസ് ഈവൻ മോർ ഇൻറ്റൻസ് ആൻഡ് ഡയറക്റ്റ് ആൻഡ് ഷീ സ്പീക്സ് പാഷനേറ്റ്ലി ആൻഡ് എക്സ്പ്രസസ് ഹെർ ഡിസയർ ടു മാരി ഹിം ഇമീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് നമുക്ക് വിവാഹം കഴിച്ചുകൂടെ, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് ഓപ്പൺ ആയിട്ട് അവൾ പറയുകയാണ്. ഇതും അന്നത്തെ കാലത്ത് ഒരു വലിയ വിഷയമാണ്. കാരണം ഒരു പെണ്ണ് ഇതുപോലെ പ്രണയം അല്ലെങ്കിൽ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ഔട്ട് ഓഫ് ട്രഡീഷൻ. ഓക്കെ, പക്ഷെ അന്നത്തെ കാലത്ത് ഇത് വളരെയധികം ഒരു വലിയൊരു വിഷയമാണ്, അല്ലെങ്കിൽ വലിയൊരു ചർച്ചാ വിഷയം തന്നെയാണ്. കാരണം ഇത് പൊതുവേ ഒരു പുരുഷനാണ് സ്ത്രീയോട് പറയാറ്. സ്ത്രീകൾ പൊതുവേ ഇതൊന്നും പുരുഷന്മാരോട് അങ്ങോട്ട് പറയാറില്ല. ഇതൊക്കെ അവൾ പറയാനുള്ള കാരണം എന്താണ്? തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സിസേറിയോ ആണ് എന്നുള്ള വിശ്വാസത്തിലാണ്. ആൻഡ് ഒലിവിയ ഏർജസ് ഹിം ടു കൺഫേം ഹിസ് കമ്മിറ്റ്മെൻറ്റ്. തനിക്ക് എന്നോട് ഇഷ്ടമാണോ എന്നൊന്ന് തീർച്ചപ്പെടുത്തി പറയൂ, കൺഫേം ചെയ്ത് പറയൂ എന്ന് പറയുന്നുണ്ട്. സോ സെബാസ്റ്റ്യൻ ദോ സ്റ്റിൽ സംവാട്ട് ബിവിൽഡഡ് വില്ലിംഗ്ലി അഗ്രീസ് ടു മാരി ഹർ. ഓക്കെ, നല്ലൊരു പെൺകുട്ടി. കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും അവൾ ബുദ്ധി വിവരമുള്ള കുട്ടിയാണ്. ബോധത്തോടു കൂടിയിട്ടാണ് തന്നോട് സംസാരിക്കുന്നതും വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറയുന്നതും. എന്നാൽ പിന്നെ കല്യാണം കഴിച്ചേക്കാം, എനിക്കിനി ആരുമില്ല. കാരണം ഇയാളെ സംബന്ധിച്ച് സിസ്റ്ററിനെ കാണുവാനില്ല. ഷിപ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഷിപ്രക്കിലൂടെ അവൾ മരണപ്പെട്ടു പോയോ എന്ന് സംശയിക്കുന്നു. വേറെ എവിടെയും ജീവിച്ചിരിപ്പുണ്ടോ എന്നും അറിയില്ല. സോ ഒരു കൂട്ട് തനിക്ക് ആവശ്യമാണ്, അത് നല്ലതാണെന്ന് തോന്നി. അങ്ങനെ സെബാസ്റ്റ്യൻ എന്ത് ചെയ്യാണ്? അവളെ വിവാഹം ചെയ്യാനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു, അവളുടെ ആവശ്യത്തെ അഗ്രി ചെയ്യുന്നു. ഓക്കെ, ആൻഡ് എംബ്രേസിംഗ് വാട്ട് ഹി സീസ് ആസ് ആൻ അൺഎക്സ്പെക്ടഡ് സ്ട്രോക്ക് ഓഫ് ഗുഡ് ഫോർച്യൂൺ. എല്ലാം നല്ലതിനായിരിക്കും, എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നയാൾ സ്വയം വിശ്വസിക്കുന്നു. ആൻഡ് ഹിസ് അക്സെപ്റ്റൻസ് റിഫ്ലെക്ട്സ് ബോത്ത് ഹിസ് അഡ്വഞ്ചറസ് സ്പിരിറ്റ് ആൻഡ് ഹിസ് റെഡിനെസ് ടു ട്രസ്റ്റ് the opportunity presented to him. Okay, and the scene here concludes with Olivia and Sebastian going to a priest. അവർ രണ്ടുപേരും ആരും അറിയാതെ ഒരു പ്രീസ്റ്റിൻ്റെ അടുത്തേക്ക് വിവാഹം ചെയ്യാനായിട്ട് പോകുന്നു. ആൻഡ് ദിസ് യൂണിയൻ മാർക്സ് എ ക്രൂഷ്യൽ ടേണിംഗ് പോയിന്റ് ഇൻ ദ പ്ലേ. ഈ സെൻട്രൽ കൺഫ്യൂഷൻ, ഈ റോൾ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഐഡന്റിറ്റി കൺഫ്യൂഷന് ഈ ഒരു മാരേജ് അടുത്ത ആക്ടിലേക്ക് ഉപകാരപ്രദമാവുന്നുണ്ട് അതിനെ സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, ഒലിവിയ ബിലീവ്സ് ഷി ഹാസ് മാരീഡ് സിസേറിയോ. അതായത് വയോള എന്ന് പറയുന്ന ക്യാരക്ടർ സിസേറിയോ ആയി മാറിയിരുന്നു നമ്മൾ ആ തുടക്കത്തിൽ അല്ലേ. അയാളെയാണ് താൻ ഈ വിവാഹം കഴിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ പോയിട്ട് ഒലിവിയ മാരീഡ് ആവുന്നത്. വൈൽ ഇൻ റിയാലിറ്റി ഷീ ഹാസ് മാരീഡ് ടു സെബാസ്റ്റ്യൻ. അതും നമ്മുടെ ഓർമ്മയിൽ വേണം. ആൻഡ് ദിസ് ക്രിയേറ്റ്സ് ദ ഇൻറ്റൻസ് ഡ്രമാറ്റിക് ഐറണി. മീൻസ് ഓഡിയൻസ് വി ആർ അവെയർ ഓഫ് ദ ട്രൂത്ത് വൈൽ മോസ്റ്റ് ക്യാരക്ടേഴ്സ് ആർ നോട്ട്. ആ സ്റ്റേജിൽ ഇത് പെർഫോം ചെയ്യുന്ന ആർക്കും, സെബാസ്റ്റ്യൻ അല്ലാതെ മറ്റാർക്കും അറിയില്ല ഒലിവിയ ഇപ്പം വിവാഹം ചെയ്തിട്ടുള്ളത് സെബാസ്റ്റ്യനെയാണെന്ന്. ആൻഡ് ദ സീക്രട്ട് മാരേജ് സെറ്റ്സ് ദ സ്റ്റേജ് ഫോർ resolution in Act 5. Identities are finally revealed and misunderstandings are resolved in the next act. Okay, അപ്പോൾ ഇത്രയുമാണ് ഈ ആക്ടിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. Now, my dears, at last we have reached the final act of this play, Act 5, in which we have only one scene. Unlike other acts, we have only one single scene here. And in this act, which brings all the confusions, disguises and misunderstandings to a dramatic resolution. ഇവിടെ റെസൊല്യൂഷൻ കണ്ടെത്താൻ പോവാണ് നമ്മൾ. ഇതുവരെ കണ്ട എല്ലാ പ്രശ്നങ്ങളും, മെയിൻ പ്ലോട്ട് ആൻഡ് സബ് പ്ലോട്ട്, ഏതിലെയും കൊണ്ടുവന്നിട്ടുള്ള കൺഫ്യൂഷൻസ്, അതിൻ്റെ എല്ലാ തെറ്റിദ്ധാരണകളും നീക്കി ഒരു പരിഹാരമാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. ഈ സീൻ ബിഗിൻ ചെയ്യുന്നത് തന്നെ ഫെസ്റ്റെ ഡ്യൂക്ക് ഓർസീനോയുമായിട്ട് നടത്തുന്ന ഒരു സംഭാഷണത്തിലാണ്. എങ്ങനെയാണ് അവർ സംസാരിക്കുന്നത്? ഫെസ്റ്റെ ഒലിവിയയുടെ ഭാഗത്തുള്ള ഒരാളാണ്, ഡ്യൂക്ക് ഓർസീനോ മറ്റൊരു ഭാഗത്തുള്ള ആളാണ് അല്ലേ. രണ്ടും രണ്ട് പ്ലോട്ടിലുള്ള ആൾക്കാരാണ്. പക്ഷേ ഇവിടെ ഒലിവിയയുടെ വീട്ടിലേക്ക് ഡ്യൂക്ക് ഓർസീനോ സിസേറിയനെയും കൂട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. സിസേറിയോ ആയിട്ട് ഡിസ്ഗൈസ് ചെയ്ത് കിടക്കുന്ന വയോളനെയും കൂട്ടി ഡ്യൂക്ക് ഓർസീനോ ഒലിവിയയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് ഫെസ്റ്റെ ഡ്യൂക്ക് ഓർസീനോയുമായിട്ട് സംസാരിക്കുന്നത്. സോ ദെയർ എക്സ്ചേഞ്ച് ഇസ് ഫിൽഡ് വിത്ത് വിറ്റി വേർഡ് പ്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ടുള്ള നല്ല വേർഡ് പ്ലേ ഒക്കെ നടത്തുന്നു. ആൻഡ് ഫെസ്റ്റെ ക്ലവർലി മാച്ചസ് ഓർസീനോ ഇൻ ഇന്റലിജൻസ് ആൻഡ് ഹ്യൂമർ. ഒരു ഡ്യൂക്കിന്റെ ഇന്റലിജൻസിനും ഹ്യൂമറിനോടും മാച്ച് ചെയ്യുന്ന രീതിയിൽ വളരെ ക്ലവർ ആയിട്ടാണ് ഫെസ്റ്റെ സംസാരിക്കുന്നത്. ഒരു ക്ലൗണിഷ് ലുക്കാണ് പുറമെയെങ്കിലും ഉള്ളിൽ ഒരു ട്രൂത്ത് ടെല്ലറാണ്. അയാൾക്ക് അത്യാവശ്യം കാര്യപ്രാപ്തിയും ബോധവും വെളിവൊക്കെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ആണ്, ഡയലോഗ് ഡെലിവറിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ സമയത്തേക്ക് ആന്റോണിയോ ഈസ് ബ്രോട്ട് ഇൻ ബൈ ഓഫീസേഴ്സ് ആൻഡ് ഹി ഹാഡ് ബീൻ അറസ്റ്റഡ് ഏർലിയർ ആൻഡ് നൗ സീസ് സിസേറിയോ. ആ സമയത്ത് സിസേറിയോനെ കാണുകയാണ്. സിസേറിയോനെ കാണുന്ന സമയത്ത് ആന്റോണിയോ വിചാരിക്കും ഇത് സെബാസ്റ്റ്യൻ ആണെന്ന്. അന്നും അതുപോലെ കണ്ടപ്പോഴാണ് അയാൾ തിരിച്ചറിയാതെ പോയപ്പോഴും ആ പേഴ്സ് എവിടെ തിരിച്ചു വേണമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ ചതിച്ചു, നീ എന്നെ ചതിച്ചു എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെയും അതേപോലെ തന്നെ, അതായത് സെബാസ്റ്റ്യൻ ആണെന്ന് സിസേറിയോനെ കണ്ട സമയത്ത് ആന്റോണിയോ വിചാരിക്കുന്നു. ആൻഡ് ആന്റോണിയോ അക്യൂസസ് സിസേറിയോ ഓഫ് ഇൻഗ്രാറ്റിറ്റ്യൂഡ്. നന്ദിയില്ലാത്തവനാണ് നീ. റിമൈൻഡിങ് ഹിം ഓഫ് ദ ഹെൽപ്പ് ആൻഡ് പ്രൊട്ടക്ഷൻ ഹി ഹാഡ് ഗിവൺ. അപ്പോൾ വയോളയ്ക്ക് മനസ്സിലായി എന്തോ എവിടെയോ ഒരു സംഭവം നടന്നിട്ടുണ്ട്, നിന്നെ രക്ഷിച്ചതും പ്രൊട്ടക്ട് ചെയ്തതും ഞാനാണ്, എന്നിട്ട് നീ എന്നെ ചതിച്ചു, നന്ദിയില്ലാത്തവനാണ് നീ എന്നൊക്കെ പറയുന്ന സമയത്ത് വയോള ദറ്റ് ലേഡി ഈസ് സ്റ്റിൽ ഇൻ ഡിസ്ഗൈസ്. അയാൾ സിസേറിയോ എന്ന് പറയുന്ന ക്യാരക്ടറിലാണ് നിൽക്കുന്നത്. ഇല്ല, എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് തന്നെ വീണ്ടും പറയുന്നു. ആൻഡ് ദിസ് ക്രിയേറ്റ്സ് ഇമോഷണൽ ടെൻഷൻ. ആന്റോണിയോ വീണ്ടും വളരെ ഡീപ്പായിട്ട് താൻ വീണ്ടും ചതിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും തൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ എന്നോട് പറയുകയാണ്, നിങ്ങൾ എന്നെ സഹായിച്ചിട്ടില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല. ദിസ് ക്രിയേറ്റ് ഇമോഷണൽ ടെൻഷൻ. ആന്റോണിയോ വീണ്ടും ഹി ഫീൽസ് ഡീപ്ലി ബിട്രേഡ് ആൻഡ് വയോള ഈസ് അണേബിൾ ടു എക്സ്പ്ലെയിൻ ദ ട്രൂത്ത്.
ഈ കാര്യം എന്തൊക്കെയോ മനസ്സിലായി. അതായത് എൻ്റെ സഹോദരനെ ഇയാൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ, അതാണോ ഈ പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ട്. ബട്ട് അവൾക്ക് ഈ ഓർസിനോയുടെ മുന്നിൽ വെച്ച് തൻ്റെ ട്രൂ ഐഡന്റിറ്റി വെളിപ്പെടുത്താനും വയ്യ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. ആ സമയത്ത് തൻ്റെ വീട്ടിലേക്ക് വന്ന അതിഥികളെ കാണാനായി ഒലീവിയ അങ്ങോട്ട് വരുന്നു. ആൻഡ് ഷീ ഗ്രീറ്റ് സിസേറിയോ. സിസേറിയോനെ കാണുമ്പോൾ സെബാസ്റ്റ്യൻ ആണെന്ന്, ഓ നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കുകയാണ്. അതായത് വയോളനെ കണ്ടിട്ട് ആസ് ഹർ ഹസ്ബൻഡ് ആണല്ലോ, കല്യാണം കഴിഞ്ഞല്ലോ, ആൻഡ് എക്സ്പ്രസ് അഫെക്ഷൻ ഓപ്പൺലി. വളരെ സ്നേഹത്തോടു കൂടി തൻ്റെ ഭർത്താവല്ലേ, ആ ഒരു പെരുമാറ്റമൊക്കെ സിസേറിയനോട് കാണിക്കുമ്പോൾ വയോളയ്ക്ക് എന്തോ പോലെ ആവുകയാണ്. കാരണം അവളൊരു പെണ്ണാണ്, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തോ പോലെ. ആൻഡ് ഡ്യൂക്ക് ഓർസിനോ ഇത് കാണുമ്പോൾ ആകെ ഷോക്ക് ആവുകയാണ്. ഹീസ് ഡീപ്ലി ഹേർട്ട്. ഒലീവിയയോടുള്ള ഇഷ്ടം പറയാനായിട്ട് എത്രയോ കാലങ്ങളായി അല്ലെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് ഡ്യൂക്ക് ഓർസിനോ. ആൻഡ് ആസ് ഹി സ്റ്റിൽ ലവ്സ് ഒലീവിയ ആൻഡ് ഹി കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹർ ബിഹേവിയർ. എന്തുകൊണ്ടാണ് ഇവൾ ഇങ്ങനെ തൻ്റെ കൂടെയുള്ള സെർവൻറ്റിന് അല്ലെങ്കിൽ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സിസേറിയോനോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് എന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. അയാൾക്ക് വിഷമം തോന്നുകയാണ്. ആൻഡ് ഒലീവിയ ഇൻസിസ്റ്റ് ദാറ്റ് ഷി ഹാസ് മാരീഡ് സിസേറിയോ ആൻഡ് ഈവൻ കോൾസ് ഫോർ ദ പ്രീസ്റ്റ് ടു കൺഫേം ദ മാരേജ്. അതായത് ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട് പിന്നെന്താ എന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ സിസേറിയോനെ അടുത്ത് അല്ലെങ്കിൽ അയാളുടെ കയ്യിലൊക്കെ പിടിച്ച് എൻ്റെ ഹസ്ബൻഡാണ്, ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട്, അതിനെ കൺഫേം ചെയ്യാനായിട്ട് ഞങ്ങളുടെ വിവാഹം നടത്തി തന്നിട്ടുള്ള പ്രീസ്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് പ്രീസ്റ്റിനെ കൂടെ കൊണ്ടുവരികയാണ്. ആൻഡ് ദ പ്രീസ്റ്റ് അറൈവ്സ് ആൻഡ് ടെസ്റ്റിഫൈസ് ദാറ്റ് ദ മാരേജ് ഈസ് ജെനുവിൻ. യെസ്, അവർ വിവാഹം കഴിച്ചതാണ്, കല്യാണം ഞാനാണ് നടത്തി കൊടുത്തത് റീസെൻ്റ് ആയിട്ട് എന്നുള്ള കാര്യം അവിടെ വെളിപ്പെടുത്തുന്നു. ആൻഡ് വയോള ഈസ് അസ്റ്റോണിഷ്ഡ്. വയോള ആകുന്ന സിസേറിയോ ഞെട്ടിപ്പോവാണ്. കാരണം ഷീ നോസ് ദാറ്റ് ഷീ ഹാസ് നോട്ട് മാരിഡ് ഒലീവിയ ബട്ട് ഷീ കനോട്ട് റിവീൽ ഹർ ടു ഐഡന്റിറ്റി ഓൾസോ. Okay, and at this point Orsino emotionally intensify and feeling she betrayed ഒലീവിയയും സിസേറിയോയും തന്നെ. അതായത് ഇത്ര കാലം താൻ എന്താ പറയുക ഒരു സഹോദരനെ പോലെ വിശ്വസിച്ച ഒരു സെർവൻ്റ് ആയിട്ട് പോലും കാണാത്ത സിസേറിയോ അവൻ എന്നെ ചതിച്ചു, ഞാൻ ഇത്ര കാലം ഒലീവിയയ്ക്ക് പ്രണയലേഖനങ്ങൾ കൊടുത്തു വിട്ടപ്പോൾ അവൻ അവിടെ പോയിട്ട് അവൻ്റെ പ്രണയമാണല്ലേ, നീ എന്നെ ചതിച്ചു അല്ലേ എന്നുള്ള രീതിയിൽ ഹി റിയാക്ട്സ് വിത്ത് ആങ്കർ ആൻഡ് ജലസി. ആൻഡ് ഇൻ എ മൊമെന്റ് ഓഫ് ഇമോഷണൽ ടൊമോയിൽ ഹി ഈവൻ ത്രട്ടൻസ് ടു ഹാം സിസേറിയോ. നിന്നെ ഞാൻ കൊല്ലോടാ, നീ എൻ്റെ കൂടെ നിന്ന് ഒലീവിയനെ നീ സ്വന്തമാക്കിയില്ലേ എന്ന് പറയുകയാണ്. പക്ഷേ സിസേറിയോ അത് വയോളയാണ്, അവൾക്ക് ഇതൊന്നും തുറന്നു പറയാനും വയ്യ, വല്ലാത്തൊരു സിറ്റുവേഷൻ. അങ്ങനെ ആ ഒരു കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിലേക്ക് എത്തുകയാണ്. ടെൻഷൻ അറ്റ്മോസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ്, ആ ഒരു ടോപ്പ് ഫീലിംഗിൽ എത്തിക്കുകയാണ്. ഒലീവിയയുടെ സ്നേഹം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആ സ്നേഹം കിട്ടിയവനെ ഞാൻ റിവെഞ്ച് ചെയ്യും. ഐ വിൽ ടേക്ക് റിവെഞ്ച് ഓൺ ദ വൺ ഹു സീംസ് ടു ഹാവ് വൺ ഇറ്റ്. ഓക്കെ, അങ്ങനെ വയോളയുടെ ലോയൽറ്റി ഷീ ഡിക്ലെയർസ് ദാറ്റ് ഷീ വുഡ് വില്ലിംഗ്ലി സാക്രിഫൈസ് ഹർ ലൈഫ് ഫോർ ഒർസിനോ. ഒർസിനോയ്ക്ക് വേണ്ടിയിട്ട് മരിക്കാൻ താൻ തയ്യാറാണെന്ന് അവൾ അവിടെ പറയുകയാണ്. കാരണം സിസേറിയോ എന്ന് പറയുന്നത് വയോളയുടെ ഒരു ഡിസ്ഗൈസ്ഡ് ഫോമാണ്. അവൾ വേഷം കെട്ടി നിൽക്കുകയാണ്. അവൾക്ക് ആ വേഷം ഒരിക്കലും ഇവിടെ ആരുടെ മുന്നിൽ അഴിച്ചു വെക്കാൻ പറ്റില്ല. ഓക്കെ, കാരണം ഒരു ഡ്യൂക്കിൻ്റെ കൂടെയാണ് ഇത്ര കാലം അയാളെ പറ്റിച്ചുകൊണ്ട് നിന്നു എന്നുള്ളതൊരു വലിയൊരു തെറ്റാണ്. സോ ഷീ കാണ്ട് ഓപ്പൺലി ടെൽ ദാറ്റ്. ആൻഡ് ഓൾസോ അവളുടെ ഉള്ളിലുള്ള പ്രണയം ഒരിക്കലും അവൾക്ക് തുറന്നു പറയാൻ കഴിയില്ല. കാരണം സിസേറിയോ ആയിട്ട് കഴിയുന്ന അത്രയും കാലം ഒർസിനോയോടുള്ള പ്രണയം അയാൾക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. ആൻഡ് ഒലീവിയ ഇതെല്ലാം പറയുന്നതും തൻ്റെ ഹസ്ബൻഡാണെന്ന് വിചാരിക്കുന്നതും ഒക്കെ എന്താണ്, ഒർസിനോയെ കണ്ടിട്ട് സെബാസ്റ്റ്യൻ ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. സോ അത്രയേറെ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു സഭയിലേക്ക് സെബാസ്റ്റ്യൻ നടന്നു വരികയാണ്. ആൻഡ് ഹിസ് അപ്പിയറൻസ് ക്രിയേറ്റ്സ് അസ്റ്റോണിഷ്മെൻറ്റ് അമംഗ് ഓൾ ദ പ്രസൻറ്റ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണ് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും അമേസ്മെൻറ്റിലാണ് അല്ലെങ്കിൽ അസ്റ്റോണിഷ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. Because everyone sees two identical figures, Sebastian and Viola. Viola as Cicerio ആയിട്ട് ആൺവേഷത്തിലാണ് നിൽക്കുന്നത്. രണ്ടുപേരും ഒരുപോലെ ഉണ്ട് കാണാൻ. And the truth gradually becomes clear that they are twin siblings and who were separated in a shipwreck. And Viola reveals her true identity as a woman, explaining her disguise and her service to Orsino. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം റിവീൽ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും എല്ലാം മനസ്സിലായി. And this recognition scene resolves the central conflict of the mistaken identity that has driven the play's plot. Okay, so with the truth revealed, the relationships are properly realigned. Okay, ഒലീവിയയ്ക്ക് മനസ്സിലായി താൻ വിവാഹം കഴിച്ചത് സെബാസ്റ്റ്യനെയാണ്, നോട്ട് സിസേറിയോ എന്ന് മനസ്സിലായി. ബട്ട് ഷീ അക്സെപ്റ്റ് ദിസ് ഹാപ്പിലി ബിക്കോസ് സെബാസ്റ്റ്യൻ റിട്ടേൺസ് ഹർ ലവ് സിൻസിയർലി. വളരെയധികം സ്നേഹത്തോടു കൂടിയിട്ടാണ് സെബാസ്റ്റ്യൻ തന്നെ സ്നേഹിക്കുന്നത്. അതൊരു പുരുഷനാണ് താനും അല്ലേ, അതുകൊണ്ട് തന്നെ അവൾ അത് അക്സെപ്റ്റ് ചെയ്യാണ്, സെബാസ്റ്റ്യനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓർസിനോ നൗ അവെയർ ദാറ്റ് സിസേറിയോ ഈസ് ആക്ച്വലി വയോള ആൻഡ് ബിഗിൻസ് ടു സീ ഹർ ഇൻ എ ന്യൂ ലൈറ്റ്. ഒരു പുതിയ വെളിച്ചത്തിൽ അവളെ കാണുകയാണ്. സുന്ദരിയായിട്ടുള്ളൊരു യുവതി, കുഴപ്പമില്ല, നല്ലൊരു സുന്ദരിയാണ് അവൾ, ഇത്ര കാലം എത്ര ലോയലിറ്റിയിലാണ് എൻ്റെ കൂടെ സേവനം അനുഷ്ഠിച്ചത് അല്ലേ. സോ ഹി റിക്കഗ്നൈസസ് ഹർ ലോയൽറ്റി, ഡിവോഷൻ ആൻഡ് ലവ് ഫോർ ഹിം. അവൾക്ക് തന്നോടുള്ള പ്രണയവും ഇത്ര കാലത്ത് ഒളിപ്പിച്ച് വെച്ചല്ലോ അല്ലേ. ആൻഡ് ഹി പ്രപ്പോസസ് മാരേജ്. വയോള അത് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ആദ്യം തന്നെ എൻ്റെ സ്ത്രീ വേഷത്തിലേക്ക് എനിക്ക് വരണം, എന്നാലാണ് എൻ്റെ ട്രൂ ഐഡന്റിറ്റി എനിക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. ഐ ഹാവ് ടു ഫുള്ളി അസ്യൂം മൈ ട്രൂ ഐഡന്റിറ്റി അഗെയിൻ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ അപ്പോൾ ആ ഒരു മെയിൻ പ്ലോട്ടിൻ്റെ പ്രശ്നങ്ങളെല്ലാം അവിടെ സോൾവ് ആയി. ഒലീവിയയ്ക്ക് സെബാസ്റ്റ്യനെ കിട്ടി, ഒർസിനോയ്ക്ക് വയോളനെ കിട്ടി, അല്ലെങ്കിൽ വയോളയ്ക്ക് തിരിച്ച് അങ്ങോട്ടും എല്ലാവരും റിസോൾവ് ആയി. Now about the subplot. The scene then turns to the resolution of the subplot involving Malvolio. He's brought in and present the letter that tricked him into believing Olivia loved him. Okay, ആ കത്തുമായിട്ട് അവിടെ പ്രസൻറ്റ് ചെയ്യപ്പെടുകയാണ്. അന്നേരം ഇയാൾ എല്ലാം പറയണം. The truth about the prank is revealed.
ആൻഡ് ഇംപ്ലിക്കേറ്റിംഗ് മരിയാസ്, ടോബി ബെൽഷ്, ഫെസ്റ്റെ, അതുപോലെ പിന്നെ ഫാബിയാൻ, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സൊക്കെ കൂടി ഒരു പ്രാങ്ക് ചെയ്തതാണെന്ന് മനസ്സിലാക്കുന്നു. ഒരു തമാശയെന്നും പറഞ്ഞുകൊണ്ട് ഇവർ എന്ത് ക്രൂവൽറ്റിയാണ് ചെയ്തത് എന്നുള്ള കാര്യം അത് ഒലിവിയയ്ക്ക് വളരെയധികം ദേഷ്യവും വിഷമവും ഉണ്ടാക്കി. ആൻഡ് ദോ ഷീ അക്നോളജസ് ദാറ്റ് Malvolio's pride contributed to the situation. Okay, during the course of the event, somebody came and told മരിയയും സർ ടോബിയും വിവാഹം കഴിഞ്ഞിരിക്കുന്നു എന്ന് അറിയുന്നുണ്ട്. ഓക്കെ, ആൻഡ് Malvolio, however, ഹി ഡസ് നോട്ട് ജോയിൻ ദ ജനറൽ ഹാപ്പിനെസ്. അയാളും അവിടെ നടക്കുന്ന ഒരു സന്തോഷത്തിലും അയാൾ പങ്കെടുക്കുന്നില്ല. കാരണം അയാൾ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അയാൾ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് ഇതൊന്നും അയാൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല. ഓൾറെഡി ആഘോഷങ്ങൾക്ക് താല്പര്യമില്ലാത്ത എൻ്റർടൈൻ ചെയ്യാത്തൊരു വ്യക്തിയാണ് അല്ലേ. സോ ഹി വാസ് ഹ്യൂമിലിയേറ്റഡ് ആൻഡ് ആങ്കേർഡ്. ഹി വോസ് റിവെഞ്ച് അഗെയിൻസ്റ്റ് ദോസ് ഹു റോങ്ഡ് ഹിം ആൻഡ് ലീവ്സ് ദ സീൻ. എന്നോട് ഈ കാണിച്ചതിന് തിരിച്ച് ഞാൻ അതുപോലെ പകരം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ സീനിൽ നിന്ന് ഒഴിവായി പോവാണ്. ആൻഡ് ഹിസ് ഡിപ്പാർച്ചർ ഇൻട്രൊഡ്യൂസ് എ നോട്ട് ഓഫ് അൺറിസോൾവ് ടെൻഷൻ. ഇതുവരെ നമ്മൾ കണ്ട എല്ലാ ടെൻഷൻസും കോംപ്ലിക്കേഷൻസും കൺഫ്യൂഷൻസും റിസോൾവ് ആയി. പക്ഷേ ഈ ഒരു കാര്യത്തിൽ കാരണം മാൽവോലിയോയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമം, ടെൻഷൻ, പ്രശ്നം അല്ലെങ്കിൽ ആ പ്രഷർ അത് മാത്രം റിസോൾവ് അല്ല. അയാൾ ആ ഒരു പ്രശ്നത്തിൽ നിന്നും ഒഴിവാക്കി സത്യം എല്ലാവരും അറിഞ്ഞു, ഓക്കെ, പക്ഷെ അയാൾക്ക് വന്ന ബുദ്ധിമുട്ട്, അയാൾ അനുഭവിച്ച വേദന, അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല. അതിന് റിവഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. സോ അവിടെ സംതിങ് ഈസ് ഹിഡൻ. ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് അവിടെ നമ്മൾ കണ്ടറിയണം അല്ലേ. അടുത്ത ഒരു ഭാഗത്തായിട്ട് ദ പ്ലേ എൻഡ്സ്. എങ്ങനെയാണ് എൻഡ് ചെയ്യുന്നത്? ഫെസ്റ്റെ ഒരു ക്ലോസിംഗ് സോങ് പാടിക്കൊണ്ടാണ് ഈ play അവസാനിക്കുന്നത്. The play ends with Feste delivering a closing song, and his song reflects on the passage of time, the inevitability of hardship, and the endurance of life's challenges. So ഈ മാരേജുകൾ, ഒരുപാട് മാരേജസ് അപ്പോൾ അവിടെ നടന്നു, റീയൂണിയൻസ് നടന്നു, and that provide a happy ending. And Feste's song adds a reflective and slightly melancholic tone, reminding the audience that life is a mixture of joy and sorrow. So Act 5 എന്ന് പറയുന്നത് ഇറ്റ്സ് ഓവർ, ഓക്കെ. ആൻഡ് ആക്ട് 5 എന്ന് പറയുന്നത് ഒരു റെസൊല്യൂഷനാണ്, ഒരു ഡിനോമെൻറ്റ്. നമ്മൾ കാണാറുള്ളത് പോലെ പ്ലേയുടെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ അവസാന ഭാഗം ഡിനോമെൻ്റ് ആണ്, റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഡിനോമെൻറ്റ്. വെർ ഓൾ ദ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആർ ക്ലിയർഡ് ആൻഡ് ദ തീം ഓഫ് ദ മിസ്റ്റേക്കൻ ഐഡന്റിറ്റി അല്ലെ, മിസ്റ്റേക്കൻ ഐഡന്റിറ്റി ദറ്റ് ഈസ് ഫൈനലി റിസോൾവ്ഡ് ത്രൂ ദ റെക്കഗ്നീഷൻ ഓഫ് വയോള, സെബാസ്റ്റ്യൻ. ഇവർ രണ്ടുപേരും ട്വിൻസ് ആണെന്ന് മനസ്സിലാക്കുന്നതോടുകൂടി തന്നെ അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും മാറുകയാണ്. ആൻഡ് ദ ആക്ട് റീസ്റ്റോർസ് ദ സോഷ്യൽ ഇമോഷണൽ ഓർഡർ ത്രൂ മാരേജസ്. വിവാഹമാണ് എല്ലാത്തിൻ്റെയും പരിഹാരം. ഏതൊക്കെ പ്രണയങ്ങൾ ഉണ്ടായിക്കോട്ടെ, ലവ് ട്രയാങ്കിൾ ഉണ്ടായിക്കോട്ടെ, എന്തൊക്കെ ഉണ്ടെങ്കിലും മാരേജ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ ഓർഡർ, അതിനനുസരിച്ചാണ് ഇവിടെ എല്ലാം റെസൊല്യൂഷൻ നടക്കുന്നത്. ഒലീവിയ മാരീസ് സെബാസ്റ്റ്യൻ, ഓർസിനോ മാരീസ് വയോള, ആൻഡ് അറ്റ് ദ സെയിം ടൈം ദ പ്ലേ ഡസ് നോട്ട് എൻഡ് ഇൻ കംപ്ലീറ്റ് ഹാർമണി അല്ലേ. കംപ്ലീറ്റ് ആയിട്ട് ഹാർമണിയിലാണോ ഈ ഒരു പ്ലേ അവസാനിക്കുന്നത്? അല്ല. മാൽവോലിയുടെ ആങ്കർ, അതുപോലെ ഫെസ്റ്റയുടെ റിഫ്ലക്റ്റീവ് സോങ് ദറ്റ് സജസ്റ്റ് ദ കോമഡി കോഎക്സിസ്റ്റ് വിത്ത് സീരിയസ്നെസ്. ഓക്കെ, ആക്ട് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൺലി ദ കൺക്ലൂഷൻ, ഇറ്റ് ഡീപൻസ് ദ പ്ലേസ് തീമാറ്റിക് കോംപ്ലക്സിറ്റി ബൈ ബാലൻസിങ് ദ ജോയ്, ഐറണി ആൻഡ് റിയലിസം. അപ്പോൾ ഇത്രയുമാണ് ഈ സ്റ്റോറി. ഇതിൽ ഓരോ ആക്റ്റിലും വരാവുന്ന മേജർ ആയിട്ടുള്ള ചില കോഡ്സ് ഉണ്ടാകും. അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ആര് പറഞ്ഞ കോഡ്സ് ആണ് ഫേമസ് ആയിട്ടുള്ള കോഡ്സ്. ജസ്റ്റ് ഒന്ന് എല്ലാ ആക്റ്റിലെയും അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും പ്രധാനപ്പെട്ട കോഡ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ക്യാരക്ടേഴ്സിൻ്റെ പേര്, അവരുടെ കാര്യങ്ങൾ, പ്ലോട്ട് എല്ലാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദ പ്ലേ. ടൈക്ക് ഇംഗ്ലീഷ് അക്കാഡമിയിൽ VHS ഇംഗ്ലീഷിനായിട്ടുള്ള തീവ്ര പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈസിലി ആക്സസ് ആയിട്ടുള്ള ടെലഗ്രാം ചാനലിലൂടെയാണ് ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത്. ഫുൾ സിലബസ് കവറേജ് ഉണ്ടാകും, PDF നോട്ട്സ് ഉണ്ട്, എക്സ്പേർട്ട് മെന്റർഷിപ്പ് ഉണ്ട്, വാട്സ്ആപ്പ് ഡിസ്കഷൻ ഗ്രൂപ്പ്സ് ഉണ്ട്, ഡെയിലി, വീക്ക്ലി, മന്ത്ലി എക്സാംസ് നടത്തുന്നു, നെഗറ്റീവ് മാർക്സ് മാനേജ് ചെയ്യാനുള്ള സ്പെഷ്യൽ കോച്ചിങ് നൽകുന്നതാണ്. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള നമ്മുടെ കോച്ചിങ് വെറും 5999. കേരളത്തിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിലാണ് നമ്മൾ VHS ഇംഗ്ലീഷിനായിട്ടുള്ള ഒരു കോച്ചിങ് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോളൂ കേട്ടോ. സോ ഗായ്സ്, 12th നൈറ്റിൻ്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ആക്ട് 3 വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആക്ട് 4 and 5 കൂടെ നമുക്കിനി പെൻഡിങ് ഉണ്ട്. അത് നമ്മൾ തേർഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യും. അതുകൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കുറച്ചുകൂടി ലെങ്തി ആവും. ദാറ്റ് വുഡ് ബി ഓക്വേർഡ് ഫോർ യു. ബൈ ദ വേ, ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്ങനെയുണ്ട് സ്റ്റോറി? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. 12th നൈറ്റിൻ്റെ ഫൈനൽ പാർട്ട് ലഭിക്കാനും ഒപ്പം ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളും അപ്ഡേഷൻസും അറിയാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.